ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് റെഡിയാക്കുന്നത്. സാധാരണ എപ്പോഴും മീൻ വറുക്കുന്ന പോലെ തന്നെ കുറച്ചൊരു വ്യത്യാസമായിട്ട് നമുക്ക് പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ മീനൊക്കെ പൊടിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം ഈ ഒരു ഫിഷ് ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 400 ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത്. കിങ് ഫിഷ് ഐക്കോറയാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും നല്ല കഷ്ണം മീൻ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്രൈ ചെയ്യാൻ കുറച്ചൊരു കഷ്ണം മീൻ തന്നെയായിരിക്കും നല്ലത്. നമ്മൾ സാധാരണ അയില മത്തിയൊക്കെ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്യുന്നത് അത്ര നന്നായിരിക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീനാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി, ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിയ ജീരകത്തിൻ്റെ പൊടി മാത്രമേ ഇതിലേക്ക് ഈ സമയത്ത് ഇടുന്നുള്ളൂ. മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണിത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 1-2 പച്ചമുളക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആവാം. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ എടുക്കാം കേട്ടോ. ചെറുനാരങ്ങ നീരിന് കയ്യിലില്ലെങ്കിൽ ഒരു ഇത്തിരി വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു 1 ടേബിൾ സ്പൂൺ ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല പിടിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ മീനിലേക്ക് മൊത്തത്തിൽ മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴായിരിക്കും ആ മീനിലേക്ക് കറക്റ്റ് ടേസ്റ്റ് ഫ്ലേവറൊക്കെ കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പം ഈ സമയത്താണ് നമ്മൾ ഇതിലേക്കുള്ളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ ഇതുപോലെ തന്നെ മസാല തേച്ച് അങ്ങ് ചെറിയ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ക്രിസ്പി ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്, മഞ്ഞ എടുത്തിട്ടുള്ള വെള്ള മാത്രം, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാകും. ഒരുപാട് വേണ്ട, എന്നാൽ ഒരു ഇത്തിരി ക്രിസ്പിയോട് കൂടെ കിട്ടാൻ നല്ലൊരു കവറിങ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ മീൻ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന സമയത്തൊക്കെ പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഒരു കവറിങ് കിട്ടുന്നില്ല, അത് കിട്ടാനാണ്. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1 നുള്ളു ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. റെഡ് പെർമിറ്റഡ് ഫുഡ് കളർ. ഇതൊരു നിർബന്ധമില്ല, ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് വീട്ടിലൊന്നും ചെയ്യുന്ന സമയത്ത് കളറിൻ്റെ ഒരാവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് മീൻ ഉടയാതെ നോക്കണം കേട്ടോ, കാരണം മീനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഡീപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ആ കവറിങ് ഒക്കെ നല്ല രീതിയിൽ കിട്ടാനായിട്ട് ഒരു ഇത്തിരി ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില, ഒരു ഇത്തിരി പച്ചമുളകും കൂടെ ഒന്നങ്ങ് വറുത്ത് കോരിയെടുക്കാം. ഈ ഒരു എണ്ണയിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ആദ്യമായിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്കിത് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിലേക്ക് തന്നെ മീൻ ഡയറക്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് വറുത്തതിന് ശേഷം കോരി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് വറുത്തെടുക്കണം. മീൻ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ച് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ മീൻ വറുത്തെടുക്കുന്ന പോലെ തന്നെ ചിക്കൻ്റെ അത്രയ്ക്കൊന്നും വേവ് ഉണ്ടാവില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുന്ന വരെ തന്നെ വെയിറ്റ് ചെയ്യണം. കാരണം പെട്ടെന്ന് പുറകെ കളർ മാറുന്ന സമയത്ത് എടുക്കരുത്. എടുക്കാനാവുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി കറിവേപ്പില കയ്യിലുള്ളതുകൊണ്ട് ഒരു ഇത്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. മാറ്റുന്ന സമയത്ത് ഒരു സ്ട്രെയിനറിലേക്ക് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിലുള്ള കുറച്ച് ഓയിലൊക്കെ അങ്ങ് പോയി കിട്ടിക്കോളും. ഇപ്പോൾ കറക്റ്റ് നല്ലൊരു കവറിങ്ങിൽ ഇങ്ങ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള 400 ഗ്രാം മീൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഉണ്ടാവുക.
അതും ഇതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചു ഇട്ടിട്ട് 2 ഭാഗവും ഫ്രൈ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ മീനെല്ലാം തന്നെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ മീൻ വറുക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ചൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ. പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് മീൻ വറുത്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ലൊരു കവറിങ് ഒക്കെ വന്നിട്ട് നമ്മുടെ സാധാരണ എന്നും കഴിക്കുന്ന ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ടി സ്പെഷ്യലായിട്ട് ഗീ റൈസ്, ചപ്പാത്തി അതിൻ്റെയൊക്കെ സൈഡായിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്